ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു പാവ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കിയതാണ്, ട്രൈ ചെയ്ത് നോക്കിയതാണ്. പഠിക്കാൻ വന്ന വേറെ ആരുടെയും അടുത്തല്ല, സഹപ്രവർത്തകയാണ് സഫീറ മടക്കിലായിട്ട്. സഫീറ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു പാവനിർമ്മാണത്തിൻ്റെ പിന്നാലെയാണ്, കണ്ടില്ലേ? നല്ല രസമുണ്ട്, അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു ലക്ഷ്യമുണ്ട്. സഫീറ ഈ ക്രിസ്മസ് കാലത്ത് ഇങ്ങനൊരു പാവനിർമ്മാണം തുടങ്ങിയതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ട്. സഫീറ എവിടെ എത്തി പാവനിർമ്മാണമൊക്കെ? എന്താണ്, കുറേ ആളുകൾക്കൊക്കെ കൊടുത്തു. ഒരു 50,000 രൂപയുടെ പാവ വിറ്റു ഈ സമയത്തിനുള്ളിൽ 50,000 രൂപ. എനിക്ക് തോന്നുന്നു 50,000 ആയിരുന്നു ടാർഗറ്റ് എന്നുള്ളത്. അതായത് നമ്മളൊരു എന്താ പറയാ, മാക്സിമം. പക്ഷെ അതിന്റെ പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷെ ഓർഡറൊക്കെ ഇപ്പം എല്ലാവരും ബിസിനസ്സാണ് വിചാരിച്ചിരിക്കുന്നതുകൊണ്ടേ, പിന്നെ ഒരു ചാരിറ്റിയാണല്ലോ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അവർക്ക് കൃത്യസമയത്തോടൊക്കെ കിട്ടണം. അവർക്ക് പൈസ കൊടുത്തോ? അവർക്ക് പൈസ കൊടുത്തു, 50,000 രൂപ കൊടുത്തു. ബാക്കി കുറേ ആളുകൾക്ക് പേ ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ ശ്രമിച്ചു. അതിലൊരു 10-15 പേർക്കാണ് കൊടുക്കാൻ സമയത്തിന് കൊടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ അവർ നമ്മളോട് സഹകരിച്ചു. പിന്നെയുള്ള ഞങ്ങളുടെ പാവയൊന്നും കിട്ടിയിട്ടില്ല, അതന്നെയാണ് ഒരു പ്രശ്നം. പിന്നെയാണെങ്കിൽ നമുക്കിത് ശ്രീനഗർ, തെലുങ്കാന, അങ്ങനെ ഹൈദരാബാദ്, പിന്നെ ഡൽഹി, അങ്ങനെ ഒട്ടുമിക്ക ഒരു 10ഓളം സ്റ്റേറ്റിലേക്ക്, പോണ്ടിച്ചേരിയൊക്കെ പോയി. പിന്നെ ഒരു UK കൊടുത്തയച്ചു. പിന്നെ പോസ്റ്റ് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ, എനിക്കറിയില്ല. അങ്ങനെ പിന്നെ കേരളത്തിൽ ഒന്നൊക്കെ ഒട്ടുമിക്ക ജില്ലകളിലും പോയി. അധികം ഈ എന്താണ് പുറത്തേക്കൊക്കെ പോയത് കോൺവെൻറ്റ് സ്കൂളിലെ കുട്ടികൾ. പിന്നെ ഒരുപാട് എന്താ പറയുക, കഥകളൊക്കെ ഉണ്ട് ഓരോ ആളുകൾക്ക്. ഈ പാവയിലാണ് കുറേ ആൾക്കാർ അവരുടെ ലൈഫ് കണക്ട് ചെയ്യുന്നതും. ആദ്യം പോസ്റ്റ് ചെയ്തപ്പോൾ ഒരു 10-250 ഉണ്ടായുള്ളൂ. നമ്മൾ വിചാരിച്ചു ഭയങ്കര ഇതായല്ലോ. പിന്നെ അത് പ്രിയ AS എഴുത്തുകാരി, പിന്നെ ജയദേവിക, ഡോക്ടർ വീണ ജയസ്, ശ്രീകാന്ത് വെട്ടിയാർ, ഇവരൊക്കെ പ്രശസ്തരാണല്ലോ. അവർ ഷെയർ ചെയ്തപ്പോൾ പെട്ടെന്ന് കുറേ കോൾ വന്നു. അങ്ങനെ കുറേ ബുക്കിംഗ് വന്നു. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തവരൊക്കെ അപ്പം തന്നെ കാശെടുക്കാൻ നിന്നപ്പോൾ ഞാൻ എന്തോ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ അടക്കലേ തരുമ്പോൾ മതിയെന്ന്. അങ്ങനെ കുറേ ആൾക്കാർക്ക് കൊടുക്കാനുണ്ട്. അധികം നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ അറിയുന്നത് കൊണ്ട് കുറച്ച് ആൾക്കാർക്ക് ന്യൂ ഇയറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അധികവും ക്രിസ്മസ് റെഡ് ആൻഡ് വൈറ്റിന് തന്നെയാണ് ഡിമാൻഡ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ യെല്ലോ എല്ലാവർക്കും അത്രയും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ടില്ല, എല്ലാത്തിനും ഒരു മോഡൽ എംബ്രോയിഡറി വർക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉപദേശിക്കുന്നുണ്ടല്ലോ അതൊരു ബിസിനസ് ആക്കി കൂടെയെന്ന്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ശരിയാണ്, കുറേ ഓർഡർ വന്ന്. അപ്പോൾ ഇനി ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇനിയുള്ള ഓർഡറിൻ്റെ പകുതി ആ ഫാമിലിക്കും പകുതി ലേബർ ചാർജ് എന്ന രീതിയിൽ എനിക്കും എടുക്കാമല്ലോ. നല്ല ഐഡിയ. സഫീറ പറഞ്ഞ പോലെ, സഫീറ ഇത് ആദ്യം തുടങ്ങിയത് ഇതൊരു ചാരിറ്റിയാണ്. അവൾ ഒരു കുടുംബത്തെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ക്രിസ്മസ് കാലത്ത് കഴിയാവുന്ന ഒരു സഹായം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. പഠിച്ചതെന്ന് പറഞ്ഞാല് വീട്ടിലെ ഉമ്മയൊക്കെ, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ക്രാഫ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉമ്മ, നമുക്ക് അങ്ങനെയുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മയാണെങ്കിൽ കുറച്ച് കരകൗശല വിദഗ്ധയാണ്. അപ്പോൾ ഉമ്മ ഇങ്ങനെ ഉമ്മിയൊക്കെ നിറച്ച് സോക്സിൽ പൂച്ചയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വീട്ടിലൊക്കെ അടുത്തൊക്കെ ക്രിസ്ത്യൻസൊക്കെ ഉള്ളു. അപ്പോൾ പണ്ടത്തെ സ്ത്രീകളൊക്കെ തുന്നുമല്ലോ, വയസ്സായ ആൾക്കാർ ഇങ്ങനെ ഉടുപ്പൊക്കെ തുന്നും, കുഞ്ഞു കുഞ്ഞു പൂക്കൾ, എൻ്റെ വലിയമ്മയൊക്കെ തുന്നുമായിരുന്നു. അങ്ങനെ ഒരു ബേസ് ഉണ്ട്. പിന്നെ നമുക്ക് എത്ര പറഞ്ഞാലും നമ്മൾ UP സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തുന്നൽ ടീച്ചർ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ചെയ്ത് തന്ന അന്നത്തെ ബേസിക് ആയിട്ടുള്ള പഠനം ഉണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും തോന്നുന്നു, കുഞ്ഞാവുമ്പോൾ പഠിച്ചത്. പേര് കൊടുത്തിട്ടുണ്ടല്ലേ? പേര് കൊടുത്ത് നമുക്ക് അനിയത്തിക്ക് മോളുണ്ടായപ്പോഴും നമുക്ക് കുറച്ച് വീടൊക്കെ ഒരു ഉണർന്നു. അപ്പോൾ അവളെ ഞാൻ വിളിക്കുന്നത് ചിച്ചു എന്നാണ്, ഞാൻ മാത്രം ചിച്ചു എന്ന് വിളിക്കാറ്. അപ്പോൾ അവളുടെ പേരിൽ ഇട്ടു, അവളോട് ചോദിക്കാതെ അവളെ ബ്രാൻഡാക്കി.
ഇത് സോക്സ് ഒക്കെ എങ്ങനെ എവിടെ നിന്ന് ഇത് കുഞ്ഞുങ്ങളുടെ ന്യൂ ബോൺ ബോയ്സ്, കുട്ടികളുടെ ബേബീസിന്റെ കുഞ്ഞു സോക്സ് ആണ്. ഫസ്റ്റ് ടൈമിലൊക്കെ ഒരു മാസമൊക്കെ ആകുമ്പോൾ ഇടൂലേ, ആ സോക്സ് നമ്മൾ ചോക്ലേറ്റ് സോക്സ് എന്നായിട്ടാണ് അതിന് പറയാം. ഇത് ഞാൻ അനിയത്തിൻ്റെ കുഞ്ഞിൻ്റെ സോക്സിലാണ് പരീക്ഷിച്ചത്. പിന്നെ നമ്മുടെ കോഴിക്കോട് ഹോൾസെയിൽ കിട്ടാത്ത സാധനം ഉണ്ടോ, എല്ലാം കിട്ടും. എങ്ങനെ പോകുന്നു? ജോലിയുണ്ട്, തിരക്കുണ്ട്, എങ്ങനെ പോകും? ഏത് സമയത്താണ് ഇത് ചെയ്യുന്നത്? ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പം നമ്മൾ കുറച്ച് ഒരു 3-4 ദിവസം ഇതിനായിട്ടൊന്ന് നമ്മുടെ മറ്റ് ലീവുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു. പിന്നെ ഷിഫ്റ്റ് അറേഞ്ച് ചെയ്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ രാത്രിയിലൊക്കെ നമ്മൾ കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഈ നൂല് കെട്ടുക, തൊപ്പി ഉണ്ടാക്കി വെക്കുക, ഫില്ല് ചെയ്യുക, അങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് കുറേ സമയം ഉപയോഗിച്ചു. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആരതി എന്നോട് പറഞ്ഞിട്ടുണ്ട് രാത്രിയിലൊക്കെ സഫീറത്ത ഉണ്ടാക്കുന്നത് കാണാം. രാത്രി കുറേ നേരം ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫേസ്ബുക്ക്, നമ്മൾ റീൽസ് ഇതൊക്കെ നോക്കുന്നതൊക്കെ ഒന്ന് കുറച്ചപ്പോൾ കുറേ സമയമുണ്ട്. അങ്ങനെയാണ് സഫീറ. അപ്പം എല്ലാ ആശംസകളും, ഇതൊരു വലിയ ബിസിനസ് സംരംഭം കൂടി ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.